ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ എംബ്രോയ്ഡറി ആയിട്ടാണ് തന്നെ വന്നേക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സാക്റ്റ് ക്രിസ്മസിൻ്റെ അതേ മോഡൽ, അതായത് നമ്മൾ ക്രിസ്മസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പാറ്റേൺ വരച്ചു കൊടുക്കാൻ പോണത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് ട്രീയുടെ മോഡലിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വർക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊരു ഒരു തമ്പനയിൽ പിക്ചറിൽ കണ്ട പോലെ തന്നെ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന, അതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും വരച്ചപ്പോൾ ഒരു ട്രീയുടെ ഒരു മോഡൽ കിട്ടിയില്ലേ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റാർ അതുപോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പം ഏറ്റവും മെയിനായിട്ട് നമ്മൾ സ്റ്റാർ വരയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു മാർക്കിങ്ങിനനുസരിച്ച് ഒരു സ്റ്റാർ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു പാറ്റേൺ ആണിത്. കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഹെവി വർക്കാന്ന് തോന്നും, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഐറ്റം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വഴിയെ കാണാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാർക്കിങ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 3-4 സ്ഥലത്ത് ഇതുപോലെ സ്റ്റാർ വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പാറ്റേൺ ഇതേപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ സ്റ്റാറിന് നമ്മൾ പുറത്തേക്ക് ഔട്ട്ലൈനായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ലൈനൊക്കെ വരയ്ക്കുന്നില്ലേ, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു ശിഖരങ്ങൾ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം സ്റ്റാറാണോ എന്ന് ചോദിച്ചാൽ സ്റ്റാറാണ്, എന്നാൽ ഒരു സ്നോഫ്ലേക്കിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു മോഡലും കൂടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2-3 സ്ഥലത്ത് ഇതേ രീതിക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ട്രീയുടെ ഒരു താഴെഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ ബീഡ്സ് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നിടത്ത് നമുക്ക് വൈറ്റ് പേൾ ബീഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ എന്നാ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പാറ്റേൺ ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ടും കട്ട് ബീഡ്സ് വേണം. പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. രണ്ടും ഗോൾഡൻ കളേഴ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു സംഭവമാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് സർദോസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം കൂടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് പേൾ ബീഡും കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാനായിട്ട് അതുകൂടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ബീഡ്സ് എടുക്കാം, അല്ല ഗോൾഡൻ്റെ ബീഡ്സ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിക് ഷെയ്ഡ് വരുന്ന ബീഡ്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒരേ കളേഴ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ ഒരു ഷുഗർ ബീഡ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് അതിൻ്റെ ശകരങ്ങൾ വരുന്ന രീതിക്ക് ഇതേപോലെ 3 ബീഡ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 കൂടുതൽ വേണ്ടി വരില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് 4 സൈഡുകളിലേക്ക് ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല ചെസ്റ്റ് മെഷർമെൻറ്റൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പത്തിലൊക്കെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചേറെ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മളിത് ചെസ്റ്റിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന അത്രയും ഭാഗത്താണ് ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ആ ബീഡ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മുടെ അടുത്തത് വരുന്നത് സർദോസി വർക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സർദോസി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സർദോസി നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിഞ്ഞു പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതുപോലെ ഇപ്പം ചെറിയ ചെറിയ പീസസാണ് കട്ട് ചെയ്തെടുത്തേക്കണേ. ഇപ്പോൾ എല്ലാം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് അതനുസരിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കേണ്ടത്. ആ ഒരു നീഡിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ സർദോസി ഇതിലൂടെ കടന്നു പോകത്തില്ല. സർദോസി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ ഒരു ത്രെഡിൻ്റെയൊക്കെ വലുപ്പം ഉണക്ക് വരുന്ന ചെറിയ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ നീഡിൽ തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് സ്റ്റാറിൻ്റെ ആ ഒരു പാറ്റേൺ ഇല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് സർദോസി വർക്കാണ് വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടും ഇതേ രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സർദോസി ഉപയോഗിച്ചിട്ട് ഒരുപാട് എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കിനിയും അതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് വാങ്ങി വെച്ചിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് യൂസാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ സ്റ്റാർ വരച്ചിട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പുറത്തേക്ക് വരുന്ന ലൈനുകളാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആ ലൈനും സെയിം സർദോസി തന്നെ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണത്. അപ്പം കുറച്ച് ലെങ്തിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതേപോലെ 4 അല്ലെങ്കിൽ നമ്മൾ എത്ര സ്റ്റാറിൻ്റെ ആ ഒരു ഭാഗത്താണോ അത് വരച്ച് കൊടുത്തേക്കുന്നത് അത്രയും ഭാഗം നമ്മൾ സർദോസി കൊണ്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പറഞ്ഞ പോലെ ഇതിന്
ശിഖരങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഷുഗർ ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുന്നേ സർദോസി ഇതുപോലെ വലിഞ്ഞു പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചിത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൂചിയൊക്കെ കടത്തിയെടുക്കുമ്പോൾ ഇതേപോലെ വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ഈ സർദോസി യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സൈഡുകളിൽ ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിനകത്ത് അധികം വർക്കുകളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ വർക്ക് ഇത്രയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ സ്റ്റാറുകളും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആ ഒരു ട്രീ മാർക്ക് ചെയ്തിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ട്രീയുടെ ആ ഒരു ലൈൻസ് പോകുന്നത് നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡോട്ട് കൊടുത്തിരുന്നിടത്ത് വൈറ്റ് പേൾ ബീഡൂടെ വെച്ച് കൊടുത്താൽ മതിയാവും. ആ ഒരു എക്സാക്റ്റ് പാറ്റേൺ ആണ് നമ്മുടെ തമ്പനെയിലിൽ വരുന്നത്. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ആ ഒരു ലൈനും കൂടെ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൂടുതൽ വേറെ അഡീഷണൽ വർക്കുകളൊന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണിത്. ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ടും ചെസ്റ്റ് പോർഷനിലേക്ക് വരുന്നൊരു വർക്കാണിത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാതെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ ക്രിസ്മസിനായിരിക്കും അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു ലാസ്റ്റ് മിനിറ്റ് വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ താഴെ ആ ഒരു സ്റ്റെമ്മ് പോലെ കൊടുത്തിരുന്നില്ലേ, അതായത് ട്രീയുടെ ആ ഒരു തടി, ആ ഒരു ഭാഗത്ത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇൻകേസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ വീഡിയോസ് കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.